മഹേഷ്, ഇത് കാറിന്റെ പ്രോബ്ലം ആണ്. നീ ഇവള് വന്നോന്ന് ഭയങ്കര വിളിച്ചത്ര പറയാം. എടോ കാറിന് ഓയിൽ ലീക്ക്, അതാണ് വയറിളക്കം. ഈ കുട്ടിക്ക് കാറിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. നമ്മൾ ഈ കാർ പ്രേമികൾ. ഞാൻ പിച്ച വെച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ. അറിയില്ല, ഞാൻ പിച്ച വെച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ. അല്ല നിന്റെ മറ്റേത് എവിടെ പോയി? എന്തായിരുന്നു പോഷ്? മോളെ പോഷ് 2 മാസത്തിനുള്ളിൽ ഞാൻ ഇറക്കും, കണ്ടോ? ഏതാടി കളറ്? ചാണക പച്ച കിട്ടോ? ചാണക പച്ചല്ല, ഹാഷ്. പൊക്കോണം അവിടുന്ന്. എന്റെ കാറിന്റെ കളർ ഹാഷ് ആണ്. ഞാൻ ചിലപ്പോ എന്റെ കളർ മാറ്റും. യു മീൻ ആഷ്? ആഷ് കളർ. ഓക്കെ, യു മീൻ ചാരത്തിന്റെ കളർ. സുഖല്ലേ? പെൻസിലിന്റെ കളറ്. നീ നിന്റെ പുതിയ ചില സുഹൃത്തുക്കളെ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പുതിയ സുഹൃത്തുക്കളോ? ആരാ? കാറിന് ഛർദിലുണ്ടോ ചോദിക്ക. ഇല്ല, എന്റെ പുതിയതാകുമ്പോ അതിന് ഛർദിലുണ്ടാവില്ല. ഓക്കെ, കാർ ഇറക്കിയതിന് ശേഷം ഞാൻ എന്റെ പുത്തൻ കാറിൽ നിന്നെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി കാറിന്റെ സീറ്റ് ബെൽറ്റ് ഇട്ട് തന്ന് നിന്നെ ഒരു റൗണ്ട് ഫുള്ള് ഞാൻ കറക്കും. അത് വേണ്ട, അത് വേണ്ട. എന്നിട്ട് നിനക്ക് ടീ പാർക്കിൽ കൊണ്ടുപോയി ചായ, പപ്സ്, പരിപ്പോടൊക്കെ മേടിച്ചു തന്ന് നിന്നെ തിരിച്ച് നിന്റെ വീട്ടിൽ കൊണ്ട് ഞാൻ ഇറക്കും. നീ അബുദാബി ആണോ? അന്ന് കല്യാണത്തിനായി ഞാൻ കല്യാണത്തിന് വേണ്ടി വന്ന. അബുദാബി അല്ല, ഞാൻ ഐ ലിവ് ഇൻ ദുബായ്. ബ്രോ, ഈ സംഭവല്ലേ ഈ കറക്കുന്നത് അതെങ്ങനെ 360-ലാണോ? അല്ല, ഞാൻ എന്റെ കാറിൽ നിന്നെ ഫ്രണ്ടിലിരുത്തി കറക്കും. അതല്ല ഞാൻ ചോദിച്ചത്. കറക്കത്തിൽ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ കൊറേ രീതികളുണ്ടല്ലോ. യൂ ടേൺ ഇല്ലേ? യൂ ടേൺ, റൗണ്ട് അബൌട്ട്. അതൊരു 10 വട്ടെങ്കിലും നിന്നെ ഞാൻ കറക്കും. ഓ, ദാറ്റ് മീൻസ് 360-ൽ ഇങ്ങനെ. ഫുൾ റൗണ്ട് 140 സ്പീഡ് ഇട്ടായിരിക്കും നിന്നെ കറക്കുന്നത്. റൗണ്ട് അബൌട്ടില് 140-ല്. ചായ വാങ്ങിത്തരും നിനക്ക്. ഓക്കെ, കറങ്ങുമ്പോ കുടിക്കാൻ പറ്റോ ചായ? വണ്ടിയിൽ നിനക്കുള്ള എല്ലാ ഫുഡും ഉണ്ടാവും. ചിലപ്പോ നിനക്ക് പിന്നെ കഴിക്കാൻ പറ്റാണ്ട് വന്നാലോ? എനിക്ക് എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ നീ ഓടിക്കുന്ന വണ്ടിയിൽ ഞാൻ കറത്തിലടി. ഗായ്സ്, ഇവള് പറയുന്ന പോലെ ഒന്നല്ല. ഇവൾക്ക് ബ്രേക്ക് ഏതാ ക്ലച്ച് ഏതാന്ന് പോലും അറിയത്തില്ല. എന്നാ പറ, ക്ലച്ച് ഏതാ നീ ഓടിക്കുന്ന വണ്ടിയില്? 2 മാസത്തിനകം ഞാൻ എന്റെ ലൈസൻസ് നീ ഓടിക്കുന്ന നിനക്ക് നന്നായിട്ട് അറിയാലോ. നീ ഓടിച്ച കാറില് ക്ലച്ച് ഏതാ? ഇവിടെ. എവിടെ? എന്റെ തലമണ്ടേല്. ഓ, ഓട്ടോമാറ്റിക് ക്ലച്ച്. നിന്നെ ഞാൻ കയറ്റും, വണ്ടിയിൽ ഇരുത്തും നിന്നെ. എന്റെ ആഗ്രഹം ഞാൻ ചാവണേന് മുന്നേ എനക്കത് ചെയ്യണം. നിന്നെ ഇരുത്തണം, നിന്നെ യൂ ടേൺ ഫുള്ള് കറക്കണം, റൗണ്ട് അബൌട്ട് ഫുള്ള് കറക്കണം. നിനക്ക് അരമണിക്കൂറെങ്കിലും 140 സ്പീഡിൽ ദുബായ് ഫുള്ള് ചുറ്റിക്കണം. നിനക്ക് ജ്യൂസ് എല്ലാം മേടിച്ചു തരണം. 140-ല് ദുബായിലുള്ള ഏത് റോഡാ? ഷെയ്ഖ് സായിദ് റോഡ്. വേറെന്തെങ്കിലും? അല്ല, ബുർജ് ഖലീഫാന്റെ അടുത്തുള്ള റോഡിൽ തന്നെ പോകണം. അതാണ് ഷെയ്ഖ് സായിദ് റോഡ്. എടി, എന്റെ ആഗ്രഹം നീ സാധിച്ചു തരൂലേ? നിന്റെ ആഗ്രഹം ഞാൻ എന്നെ പോലെ ഒരു ഡമ്മീന്ന് എടുത്തിട്ട് വന്നിട്ട് അതിനെ നിന്റെ കാറിൽ ഇരുത്തി തരാം. നീ കറക്കിയിട്ട് കൊണ്ടുപോയി. നീ കാറെടുത്ത സമയത്ത് നിനക്ക് പുറകെ തിരിച്ച് പാർക്കിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടുന്ന് മറ്റേ കറക്റ്റ് പാർക്ക് ഇങ്ങനെ വളച്ചോണ്ട് പോയപ്പോ നിനക്ക് പേടിയായിട്ട് പോലും നിന്റെ കൂടെ എന്റെ ജീവൻ പണയം വെച്ച് നിന്റെ കാറിന്റെ ഫ്രണ്ട് സീറ്റില് ജീവൻ പോലും പണയം വെച്ചിരുന്നോളാം ഞാനേ ഒരു കാര്യം. ഒരു മിനിറ്റ്. ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചപ്പോ നിനക്ക് ബുദ്ധിമുട്ടല്ലേ? ഒരു മിനിറ്റ്. ഈ ഇടവേളയിൽ എനിക്ക് ഒരു കാര്യം ഇവരോട് പറയണം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. താങ്കളുടെ അവിടുത്തെ കാർ പാർക്കിംഗ് ഞാൻ കണ്ടതാ. ഡയലോഗ് അടിക്കില്ലേ? ഒരു മിനിറ്റ്. ഇവള് താമസിക്കുന്ന വീട്ടില് നിറയെ പുഴുമണ്ണായിട്ട് ഇവളോട് ഗ്രീൻ ഹൗസില് അരമണിക്കൂറോളം ഞാൻ ഇട്ടോ
അരമണിക്കൂർ എവിടെ ഇട്ട് ഇങ്ങനെ അത് വേണ്ട. അതല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും പാർക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അത് നമ്മൾ രണ്ടുപേരും കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നീ പുറത്തിറങ്ങിയിട്ട് എനിക്ക് വഴി പറഞ്ഞു തന്നത് എങ്ങനെയാ? അത് ഇരുട്ടായിരുന്നു, എനിക്ക് കണ്ണു കാണണ്ടേ? ഇവളോട് ഞാൻ ചോദിച്ചേ, എടി തട്ടുവോ? ഏയ് ഇല്ല, തട്ടൂല, പോരെ. സാധനം കൊണ്ട് കേറ്റി ഞാൻ. എന്നിട്ട് എന്റെ വണ്ടി ഡാഡി മുഴുവൻ പൊട്ടി. ഞാൻ പറഞ്ഞല്ലേ ഞാൻ എടുക്കാന്ന്. ശരി, എന്റെ കാറിന്റെ മുന്നിലായിരുന്നു. എന്റെ കാറിന്റെ മുന്നിലായിരുന്നു. ഏത് നിന്റെ അത് കരാമയിൽ പോയി മുട്ടിയതല്ലോ, അത് എന്നെ പിടിക്കണം, ഞാൻ ഇല്ലായിരുന്നു. ഓക്കെ, കരാമയിൽ പോയിട്ട് എവിടെയോ കൊണ്ട് ചാമ്പിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ 2 പ്രാവശ്യം എന്റെ വണ്ടി തട്ടിച്ചിട്ടുള്ളൂ. ഒന്ന് ഇവളുടെ വീട്ടിലും മറ്റേത് ഇവളുടെ വീട്ടിലും. ഗ്രീൻ ഹൗസ് ഉണ്ടായിരുന്നോ? പോരട്ടെ പറഞ്ഞോ നീ. ഇവളാണ് എന്നെ കലക്കിക്കൊണ്ടിരിക്കണേ. ഇവളും ആദ്യം ലൈസൻസ് കൈ കിട്ടി വണ്ടി എടുത്ത സമയത്ത് 2000 ഒരു മിനിറ്റ് ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഡ്രൈവിംഗ് തുടങ്ങിയത്. 2020 മുതൽ അല്ലല്ലോ, 2018 മുതൽ വണ്ടി ഓടിക്കുന്ന എന്നോട് ഇവള് പറയുന്ന ഡയലോഗാണ് ഇത്. എന്ത് ഉളയാലോ ഇവള്. 8, 9, 10. ഈ ബുക്ക് എന്ന് പഠിച്ചു തീർന്ന എക്സാം എഴുതുന്ന എനിക്കറിയില്ല മോളെ. 4, 5, 7 വർഷം. 7 എടി 6 ലെസണില് ഒരു ലെസൺ കംപ്ലീറ്റ് ചെയ്ത് മെസ്സേജ് വന്നപ്പോ ഞാൻ ഒരു വിളിച്ചു, എക്സാം നാളെ എഴുതാൻ കേട്ടോ. പറഞ്ഞു ഒരു ലെസണേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുന്ന 5 എണ്ണം. ഈ ബുക്ക് ഫുള്ള്. ആ ബുക്ക് ഓൺലൈൻ അല്ലേ? നീ എന്താ ചെയ്യാത്ത? സമയം കിട്ടണല്ലോടി, ഞാൻ തിരക്കല്ലേ. ഇവിടം വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. എവിടം വരെ ദേ മാർക്ക്. സ്നേഹ, താങ്കളുടെ തിരക്കിനെ കുറിച്ച് 2 വാക്ക്. ഞാൻ ഭയങ്കര ബിസിയടാ. പറ. അതേ നിന്റെ മൈക്ക്. നിന്നെ ആര് പോഡ്കാസ്റ്റ് ചെയ്യണം? വേണമെങ്കിൽ എന്റെ ലൈവിൽ കൂടെ 4 ആൾക്കാർ കേട്ടോട്ടെ. പറ. എഴുന്നേക്കുമ്പോഴൊക്കെ ലേറ്റ് ആവൂടാ. ഈ ആർട്ട് ഓഫ് ലൈറ്റിന്റെ അടുത്ത് ചോദിച്ചോക്ക്. ഇവന്റെ വണ്ടി ഞാൻ എന്നിട്ട് ഒരു അറബി വരെ പേടിച്ചു പോയി. എന്താ സ്പീഡ്? ഇവിടെ വരെ ഞാൻ കവർ ചെയ്തു, കണ്ട മടക്കി വെച്ചേക്കുന്നു. ഇവിടെ വരെ ഞാൻ കവർ ചെയ്തു, ഇനി ഇത്രയും എനിക്ക് കവർ ചെയ്യാൻ കിടക്കുന്നു. അല്ല, ഇത് എന്താ മാനുവൽ പഠിക്കണ നീ? എടി ഇതിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. 100 ക്വസ്റ്റ്യൻ. 100 ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല, 10 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. 10 ക്വസ്റ്റ്യൻ? പക്ഷെ 10 ക്വസ്റ്റ്യൻ അല്ല, 10 അല്ല, 100 ഉണ്ടാവും. ഞാനൊന്നും പറയണില്ല. ഇത് പഠിക്കുന്ന എന്തിനാന്നറിയാവോ? അന്നാലേ ഓൺലൈൻ ക്ലാസ്സിൽ ചോദിക്കുന്ന 8 ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ബബ പഠിക്കും. അല്ല, ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം എടുക്കണം അത് ക്വസ്റ്റ്യൻ ഓപ്പൺ ആവണം. അല്ല, ഇതല്ലേ മറ്റേ ഓപ്ഷൻ അല്ലേ ഓൺലൈനില്? ഒരു പ്രാവശ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി. മിനിമം 5 അറ്റംപ്റ്റേ ഉള്ളൂ. 5 അറ്റംപ്റ്റ് ഞാൻ മിക്കവാറും പൊട്ടത്തിട്ട് അടിച്ചു വെക്കാം. എടി ഓൺലൈനില് ABCD അല്ലേ ഓപ്ഷൻ അല്ലേ ക്വസ്റ്റ്യൻസ്? അത് തെറ്റാണെങ്കിൽ 4 വട്ടം ട്രൈ ചെയ്യാൻ പറ്റും. അല്ല, അപ്പൊ നീ ഇങ്ങനെ ചെയ്താൽ മതി. ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. എടാ മണ്ട, അതിനൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവില്ലേ? അപ്പൊ നീ ഈശോ മറിയം യൗസേപ്പേ കുത്തിയിട്ട് അത് എഴുതിയാ മതി. അല്ലെങ്കിൽ ഇടക്കിടക്ക് കിട്ടാറുണ്ട്, പക്ഷെ എല്ലാം കിട്ടാറില്ല. സത്യം കിട്ടും. പിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോണത്. ഓക്കെ, അവന് ഏതോ കണക്ഷൻ ഉണ്ട്, അവർ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പൊന്നുമോൾ, ആ കണക്ഷൻ നിനക്ക് അറിയില്ലേ? ഇല്ല. ഇവന് എഴുത്തും വായന അറിയാണ്ട് ഇവന് ഏതോ അറബീനെ പറഞ്ഞിട്ടാണ് ഇവൻ ലൈസൻസ് എടുത്തത്. ഇവനെ വിശ്വസിച്ച ഞാൻ എക്സാം എഴുതാൻ പോണേ. ഇത് തീർത്തോണ്ടിരിക്കുന്ന ഇവന് നീ നോക്കിക്കോ. അന്നത്തെ ദിവസം അവൻ ഫോൺ കൊടുക്കൂല. അന്നത്തെ ദിവസം അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. കണക്ഷൻ പറയില്ലേ? ഇവന് 3-ാം ക്ലാസ്സും കുസ്തിയാന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇവന് മലയാളം തന്നെ ചോദിച്ചു വായിക്കാറില്ല. ഞാൻ ഈ ലൈസൻസ് എടുക്കാൻ തുടങ്ങിയിട്ട് ലൈസൻസിന്റെ കാര്യം പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി? 4 മാസമായി. നിന്നെ പോലെയുള്ള പെൺപിള്ളേർക്ക് ലൈസൻസ് കിട്ടി, പാർക്കിംഗ് കഴിഞ്ഞു, ലാസ്റ്റ് ലാസ്റ്റ് എക്സാം. നീ എന്തിനിരിക്ക? അവളെക്കാളും മുന്നേ ചേർന്ന് ഞാനിവിടെ ഇരിക്കുന്നു, പൈസ അടച്ചു. ആ കുട്ടി മിടിക്കാണ്. ഞാൻ ആ സ്കൂളിൽ ചെന്ന് ചോദിച്ചു, അടച്ച പൈസ തിരിച്ചു തരും. അവര് പറഞ്ഞ തരില്ലാന്ന്. പിന്നെ അല്ലടി, ഇതൊരു ഇൻട്രസ്റ്റ് വേണം. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കാര്യമില്ല. ഇൻട്രസ്റ്റ് ഇല്ലടി എനിക്ക്. മറ്റേ ആ കറങ്ങി തിരിയുന്ന റോഡൊക്കെ കാണുമ്പോ പേടിയാ. പേടിക്കണ്ട, ഓടിക്കോ. നീ നോക്ക, 2 മാസത്തിനുള്ളിൽ ഞാൻ എടുത്തിരിക്കും. ഓക്കെ, വെച്ചിട്ടുണ്ടാവും. 2 മാസം ഇല്ല, ഒരു ഓക്കെ, ഒരു 3.5 മാസം. ഓക്കെ, 3.5 മാസത്തിനുള്ളിൽ ഞാൻ എടുത്തിരിക്കും. വെച്ചിട്ടുണ്ടോ നീ? I'll be happy for you if you take. കുട്ടനാണെന്റെ പ്രതീക്ഷ.
ഓൺലൈൻ എക്സാം മാത്രം റിയാനെ കൊണ്ട് പ്രതീക്ഷയുള്ളൂ. വണ്ടി ബാക്കിയെല്ലാം ഞാൻ ചെയ്യും. ലൈസൻസ് കിട്ടിയിട്ട് വേണം ഫൈൻ അടയ്ക്കാൻ. എന്നാ അതന്നെ വേഗം എടുക്ക്, എന്നിട്ട് വേണം നിന്നെ കൊണ്ട് ലൈസൻസ് കിട്ടിയിട്ട് വേണം എന്റെ ഫ്ലെയിമിന് ബൂർജ് ഖലീഫന്റെ താഴെയുള്ള റോഡിൽ 140 സ്പീഡ് ഫുള്ള് കറക്കണം. എന്റെ ആഗ്രഹമാണ്. എടി ഞാൻ താഴെ നിന്നിട്ട് നീ പറയുന്ന പോലെ ഇങ്ങനെ കറങ്ങിക്കോളാടി എത്ര പ്രാവശ്യം. റൗണ്ട് അബൌട്ട് 10 വട്ടമെങ്കിലും ചുറ്റണം. അന്ന് ഞാൻ റൗണ്ട് അബൌട്ടിൽ നടന്ന് കറങ്ങിക്കോളാടി, കുഴപ്പമില്ല. ഇവിടെ റൗണ്ട് അബൌട്ടിൽ സ്പീഡിൽ കറക്കണം. ഞാൻ വേണമെങ്കിൽ 140 സ്പീഡിൽ ഓടാം. ഫ്ലെയിമി, ഞാൻ മുന്നേ ഇത് നിന്നോട് പറഞ്ഞ് നീ വാക്ക് തന്നതാണ് വരാന്ന്. ഓക്കെ, ഇത് മാറ്റൂല. ചാവാനാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരുമിച്ച് നമ്മൾ. ഓക്കെ, എന്നിട്ട് കുറച്ച് അവനായിട്ട് എടി നമുക്ക് റിയാനെ വിളിക്കാം. വേണ്ട, അവൻ വേണ്ട. അവനാണെങ്കിൽ ചിലപ്പോ കയ്യിലൊക്കെ തട്ടി തെറ്റിച്ചാലോ. റിയോ നീ കൂടെ വാടാ. 80 റോഡാണെന്ന്, ആ റോഡിന്റെ സ്പീഡ് 80 ആണെന്ന് ആണ്. ആ പുതിയ അപ്ഡേറ്റ്സ് വന്നു കേട്ടോ. ദുബായില് ഫുള്ള് റഡാർ ഇൻക്രീസ് ചെയ്തു. പിന്നെ ഫൈൻ്റെ എമൗണ്ടുകൾ ഡിഫറെന്റ് ആക്കി. അങ്ങനെ കുറെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈ ഫൈൻ്റെ എമൗണ്ട് ഡിഫറെന്റ് ആക്കി എന്ന് പറയുമ്പോ കൂട്ടിന്നാണ് അർത്ഥം. കൂട്ടിന്നല്ല, ഇപ്പൊ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യണതിന് 1000ഉം 12 ബ്ലാക്ക് പോയിന്റ്സും 1 മന്ത് ഇൻബൗണ്ടും. പിന്നെ നമ്മൾ ഓവർ സ്പീഡിന് 80 കിലോമീറ്ററിൽ കൂടുതലാണെങ്കിൽ 2000, 60 കൂടുതലാണെങ്കിൽ 1000, 40 കൂടുതലാണെങ്കിൽ 700, 30 കൂടുതലാണെങ്കിൽ 600, ഇതൊന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, 20 കൂടുതലാണെങ്കിൽ 300. ഇതൊന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെങ്കിലോ? സ്കൂട്ടി. പിന്നെ ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിക്കണേന് 600 അല്ലെങ്കിൽ 800 തോന്നുന്നു. പിന്നെ 6 ബ്ലാക്ക് പോയിന്റ്സ്. അന്നാ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഒരു 3000-ന് ഒരു ഡ്രൈവർ വെച്ചാലോ? അതായിരിക്കും നല്ലത്. പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യണേന് 600ഉം ബ്ലാക്ക് പോയിന്റ്സും. എന്ത് ആ സിഗ്നൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താലാ? ആ മറ്റേ വഴി നടക്കാര് പോകുന്നില്ലേ, അവിടെ വഴി നടക്കാരുണ്ടായിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഫൈൻ കിട്ടും. സൈക്കിള് തന്റെ മറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കണോ? പിന്നെ ഒരു ഫൈനും കൂടെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യും. ഒരു മിനിറ്റ്, ലൈൻ മാറി ഇങ്ങനെ പോണേന് 400. അവിടുത്തെ ആള് ചോദിക്കണേ ഇന്നെങ്ങാനും നീ വരുമോന്ന്. എക്സാം എഴുതി. പക്ഷെ നിന്റെ പോർഷൻ എനിക്ക് ഓടിക്കാൻ തന്നോളൂ, ഞാനൊരു വീഡിയോ എടുത്തു തരാം. ഓ അത് വേണ്ട, നിന്റെ വണ്ടിയിൽ ഇരുത്തി ഞാൻ ഓടിക്കാം. ഞാൻ പോർഷൻ എടുത്തിട്ട് ഞാൻ ചിലപ്പോ ഡ്രൈവർ വെക്കാനായിരിക്കും ചാൻസ്. കാരണം ഈ ഫൈനെല്ലാം ഞാൻ അടക്കുന്നതിനേക്കാളും ഭേദം സമയത്ത് അവരെന്നെ എത്തിക്കത്തില്ല. പെട്രോൾ അടിക്കണം. അയ്യോ, എടി നീ ഗെയിം ഒന്നും കളിച്ചില്ലേ? ഞാൻ നിന്റെ മറ്റേ ഒരു ഹിന്ദിക്കാരനില്ലേ, ഓ മൈ ഗോഡ്, മേരാ ഫൈസൽ. वो आ गया मेरे साथ खेलने के लिए. എടി എനിക്ക് കുറച്ച് ഹിന്ദി പഠിക്കണോടി, അവനോട് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഹിന്ദിയാ, നിന്നോട് പറയാൻ. പെട്രോൾ തീർന്നാലും ഫൈനാണ്. ഫൈൻ പേടിച്ചിട്ട് വണ്ടി വീട്ടിൽ വെക്കാന്ന് വിചാരിച്ച അതിനും കൊടുക്കണം പാർക്കിംഗ് ഫീസ്. നീ പറഞ്ഞ ഫൈനുകളെല്ലാം എനിക്ക് ചിലപ്പോ വരാനുള്ള ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഫൈനെല്ലാം കൂടെ കൂട്ടി ഒരു ഡ്രൈവർ വെച്ചാ പോരെ, നമ്മ സമയത്ത് എത്തുകയും ചെയ്യും, ഫൈനും കൊടുക്കാൻ വേണ്ട. അല്ല നീ അല്ലെങ്കിൽ എനിക്ക് നിന്നിൽ അത്രയൊക്കെ പ്രതീക്ഷയുള്ളൂ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും തുടക്കം നിന്നിൽ തുടങ്ങും. നീ ഐശ്വര്യമുള്ള കുട്ടിയാ. ആ ഡ്രൈവർ ആണെങ്കിൽ ഞാൻ വരാൻ കുഴപ്പമില്ല. ഡ്രൈവറാണ് വണ്ടി ഓടിക്കണെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഞാനിരിക്കും, നീ എന്റെ തൊട്ടിപ്പുറത്തെ സീറ്റിലിരിക്കും. അല്ല ഡ്രൈവർ സീറ്റിൽ ആരിരിക്കും? അത് നല്ലതാ ഡ്രൈവർ വെച്ചു. ഡ്രൈവർ സീറ്റ് ഞാൻ പിന്നെ ഞാൻ ഇത്രയും ക്യാഷ് മുടക്കി ലൈസൻസ് എടുക്കുന്നത് ഒലക്ക. അന്ന് ചേരാൻ പോയപ്പോഴും എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യം പിന്നെ നിർബന്ധിച്ച് ചേർക്കുകയാണ്. ഏയ് റഫീഖന്റെ ബർത്ത്ഡേ ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി റഫീഖ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു റഫീഖ. ഹാപ്പി ബർത്ത്ഡേ ടു യു. മേ ഗോഡ് ബ്ലെസ് യു. May God bless you. May God bless you. Happy birthday to you. ഫൈൻ വരൂലാന്ന്. റിയലി ബ്രോ. ഫൈൻ അടച്ച് കാശ് കളയുന്നതിനേക്കാളും ലാഭം ഡ്രൈവർ വെക്കുന്നതായിരിക്കും. അതാകുമ്പോ അവർക്കെങ്കിലും കിട്ടുമല്ലോ, നല്ലൊരു കാര്യമാണ്. എന്തായാലും ഞാൻ ഈ പട്ടിക്കാട്ടിൽ നിന്നൊന്ന് മാറട്ടെ, അതിനുശേഷം എന്താന്ന് വെച്ചാൽ ചെയ്യാം. നീ എന്നാ മാറുന്നേ? ഒരു 3 months മാറും. VJ84 hello.
ഈസ്റ്റിലേക്ക് പോകും. പിസ്സ ഈസ് എ ഗുഡ് പ്ലേസ്. ആ ലൈൻ പോയാ മതി. 3000 ലൈസൻസ്, 3000 ലൈസൻസ് കിട്ടും വിത്തിൻ 3000 8000 പൊക്കോണോ ആരാ പറഞ്ഞു? ആ ലൈനില് അത് അബുദാബിയില് 8000 dirhams വേണം ലൈസൻസ് കൈ കിട്ടണം. I don't know about that. എത്ര ഇനിയിപ്പോ എത്ര ദുബായ് ലൈസൻസിന്റെ അത്ര വാല്യൂ വേറെ ഒരു ലൈസൻസിനും ഇല്ല. കമ്പാരിറ്റീവ്ലി ഓൾ ദി എമിറേറ്റ്സ് ഐ എം ടോക്കിംഗ് അബൌട്ട്. UAE ഉള്ള ലൈസൻസിൽ ദുബായ് എമിറേറ്റ്സിന്റെ ലൈസൻസ് ആണ് ഏറ്റവും വാല്യൂ ഉള്ള ലൈസൻസ്. ആൻഡ് മൈ ലൈസൻസ് ഇസ് ദുബായ് ലൈസൻസ്, യു നോ. സ്നേഹം എടുത്താലും ചാർജ് ലൈസൻസ് കിട്ടുള്ളൂ. ഉണ്ടയാണെന്ന് മേടിച്ചില്ലെങ്കിൽ പ്രശ്നം മോളെ. ഇപ്പൊ എത്ര നാളെ എന്റെ പുറകെ കിടക്കുക. എടി ഞാൻ ക്യാറ്റ് ഫിഷ് വാങ്ങിച്ചു കേട്ടോ. ജാടാന്ന് ചുമ്മാടാ തമാശക്ക് പറയുന്നതാടാ. ഇതൊക്കെ തമാശ ഏറ്റെടുക്കുവോ? എല്ലായിടത്തെ ലൈസൻസ് ആണെങ്കിലും ഇറ്റ്സ് നോൺ ആസ് UAE ലൈസൻസ് ഗൈസ്. അത് ആലോചിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഇല്ലേ? ഇല്ലേ? ഇല്ലേ. ഞാൻ ചുമ്മാ തള്ളുന്നെങ്കിൽ കേട്ട് എന്നെ തെറി വിളിക്കാൻ വന്ന് എങ്ങനെ ശരിയാവുന്നു?